ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇന്നത്തെ ഗെയിംപ്ലേ ഇന്ത്യൻ ബൈക്ക് സ്റ്റാൻഡ് 3D വീഡിയോയ്ക്ക് പോകണമെങ്കിൽ മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കൊരു ന്യൂ ജോബ് ഇട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് പറയട്ടെ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. നമുക്ക് ഗൈസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്കൊന്ന് കുളിക്കണം ഗൈസ്. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, നമ്മുടെ കുളി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറണം. നമ്മുടെ റൂമിൽ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൻ്റെ ഉള്ളിലാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗൈസ്, നമ്മൾ ഡ്രസ്സ് എടുക്കട്ടെ ഗൈസ്. ഇത് വേണ്ട, 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 ഇത് മതി. ഓക്കെ, ഇത് മതി ഗൈസ്. ഇത് വേണ്ട. ഓക്കെ, നമ്മൾ കുളിച്ചും ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് നേരെ നമ്മുടെ ഗൈസ് ഇങ്ങോട്ട് പോകണേ. നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം ഗൈസ്. നമ്മൾ കോഴ്സൊക്കെ ജയിച്ച് പോലീസിൽ ജോലി വാങ്ങിയതാണ് ഗൈസ്. ഇനി നമ്മൾ നന്മമാരായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ദൂരമുള്ളൂ. ഇതേക്കണ്ട, ഇതാണ് പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ മുൻഭാഗത്തോടെ നമുക്ക് കയറാം ഗൈസ്. ഇതിൻ്റെ ഭാഗത്തോടെ കയറി കഴിഞ്ഞാൽ കള്ളനാന്ന് എഴുതി. അതുകൊണ്ട് നമുക്ക് നേരെ മുമ്പിലോട്ട് പോകാം ഗൈസ്. അവിടെ പിന്നെ ഞാൻ കുറേ കയറി ഇറങ്ങിയതുകൊണ്ടേ എൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് ഗൈസ്. എന്നിട്ട് ഇവിടെ എനിക്ക് പണി കിട്ടി. എന്നെ പിടിച്ച് ജയിലിട്ടു ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ വഴിയൊക്കെ അറിയാം. ഗൈസ്, നമ്മൾ ഇവിടെ സേഫ് പാർക്ക് ചെയ്യണം. സേഫ് പാർക്ക് ഓക്കെ ഗൈസ്. സേഫ് പാർക്ക് ആയിട്ടുണ്ട്. മതി ഇടിക്കരുത്. ഓക്കെ ഗൈസ്, നമ്മൾ സേഫ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. ഇവിടെ കണ്ട മണ്ടക്കക്ഷരം മേളിൽ എഴുതിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. സാറേ, ഇന്ന് ഞാൻ പുതിയ അഡ്മിഷൻ എന്തേ. ഗൈസ്, നമുക്ക് ആദ്യം ഈ മിനിസ്റ്ററിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അല്ല, മിനിസ്റ്ററും പോട്ടെ. ഇതിൻ്റെ പേരെന്തായിരുന്നു? സാർ ഇന്ന് ഞാൻ എന്തൊക്കെ ഡ്യൂട്ടി ചെയ്യണ്ട? ഞാൻ ന്യൂ അഡ്മിഷനാണ്. മോൻ ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഒരു ലംബോർഗിനി പോകുന്നുണ്ട്, പച്ച ലംബോർഗിനി. അത് ചേസ് ചെയ്ത് പൊട്ടിച്ചോളണം. അതാണ് മോൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ സാറേ, വേറെ വല്ല ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് പറയാം. എന്നാൽ ഓക്കെ സാർ. അപ്പോൾ ഗൈസ്, ഈ സാറ് പറഞ്ഞേക്കണത് നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. സാറ് പറഞ്ഞേക്കണത് ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പോലീസ് ജീപ്പ് ഇവിടെ എത്തും. മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു ലംബോർഗിനി ഉണ്ട്. അത് നമ്മൾ ചേസ് ചെയ്ത് പിടിച്ചോളണം. അതാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ ഇത് ജോലി. പിന്നെ വേറെ മിഷൻ ഉണ്ടെന്ന് പറഞ്ഞ. നമുക്ക് എന്തായാലും ഈ ഒരു പോലീസ് കാർ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. എൻ്റെ ബാക്ക് ചില്ലെന്താ പൊട്ടിയിരിക്കണേ? നമുക്ക് എന്തായാലും പെട്ടെന്ന് പോകാം ഗൈസ്. നമുക്ക് ഷോർട്ട് കട്ട് വഴി എടുക്കാം. പിന്നെ ഗൈസ്, പോലീസുകാർക്ക് മാത്രമേ ഷോർട്ട് കട്ട് വഴി അറിയുള്ളൂ. നേരെ പോണത് ബീച്ചിക്ക. ഈ തെങ്ങ് കണ്ടില്ല ഗൈസ്, ഇത് ബീച്ചാണ്. എൻ്റെ മോനെ, ഇവിടെ എവിടെയാ ഗൈസ്? ഞാൻ കണ്ടു നിൽക്കടാ, പച്ചേ ഇതല്ലേ ഗൈസ്? ഇതന്നെ പച്ച ലംബോർഗിനി തന്നെ. ഇത് ലംബോർഗിനിയാ. നമ്മൾ ഇതിന് പൊട്ടിച്ചളയാൻ പോവാണ് ഗൈസ്. ഇറങ്ങടോ, ഓനോടോ കളവ് ചെയ്തിട്ട് എന്നോട് പറയണോടോ. സോറെന്നൊന്നും ചെയ്തു, എന്നെ ഒന്നും ചെയ്യില്ല. പരലോകത്തോട്ട് വിടുള്ളൂ. ഓക്കെ ചേട്ടാ. സോർ അങ്ങോട്ട് ചെയ്യരുത്. സോർ എൻ്റെ വണ്ടി നശിപ്പിക്കില്ല. സോർ എൻ്റെ വണ്ടി നശിപ്പിക്കും. നിന്നെ ഞാൻ പറയും ലോകത്തും വിടാം. ഓക്കെ. അയ്യോ. അപ്പോൾ ഗൈസ്, എന്നെ ഞാൻ തീർത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മിഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് തിരിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. കത്തിക്കരിഞ്ഞോട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. അടുത്ത മിഷൻ എന്താവാ? എനിക്ക് തോന്നുന്നത് വല്ല ബാങ്ക് റോബറി ചെയ്യണ ആളെ പോയി പിടിക്കണം, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ.
ഇത് മറ്റേ കാറടിച്ച് മാറ്റല്ല. പിന്നെയാണ് അയാളെ തീർക്കാൻ പറഞ്ഞ പോലീസുകാർ. നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സേഫ് പാർക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ സേഫ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുത്ത മിഷൻ എന്താണെന്ന് പോയി ചോദിക്കാം ഗൈസ് സാറിൻ്റെ അടുത്ത്. സാർ, എൻ്റെ അടുത്ത മിഷൻ എന്താ? മോന്, നമ്മുടെ ജുറാസിക് പാർക്കിൽ ഒരു കോൺസൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ആ ഒഴുക്ക്. കോൺസൊക്ക ജുറാസിക് പാർക്കില്ല. ഓക്കെ സാർ, ഞാൻ ലൊക്കേഷൻ വെച്ചിരുന്നു. താങ്ക് യു സാർ. കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഗൈസ്, ഏതാണ്ടൊരു വണ്ടിയാന്ന് മനസ്സിലായി, ഒരു റെഡ് കളർ. ആ ചേട്ടൻ പോട്ടെ, ആ സാറ് പറഞ്ഞു ഗൈസ്. ഇൻറ്റീരിയർ നോക്കി, സൂപ്പർ ഇൻറ്റീരിയർ. നമുക്ക് നേരെ ഹേയ് കളോ പ്രഭു, മാറ്. ഈ വഴിയല്ല, തിരിക്കി. ഈ വഴിയല്ല, ജുറാസിക് പാർക്ക് ആ വഴിയാണ്. നമ്മൾ നേരെ വിടാണ് ഗൈസ്. നേരല്ല, വളവും തിരിവൊക്കെയുണ്ട്. ഇടിക്കരുത്. ആ ഇടിക്കരുതെന്ന് പറഞ്ഞിട്ടി. നമ്മൾ ഇനി പറപ്പിച്ചു വിടാം ഗൈസ്. റോഡിന് നടക്കും ഇവിടെ പോയില്ലോ. ഓക്കെ ഗൈസ്, ഞങ്ങൾ പറപ്പിച്ചു വിടുകയാണ്. ഈ കോൺസെപ്റ്റ് കാണാം. ഇതന്നെ സാധനം. വണ്ടി ഇതാണെന്ന് മനസ്സിലായി ഗൈസ്. നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ വഴിയൊക്കെ എനിക്കറിയാം. അതിൽ ലൊക്കേഷൻ അയച്ചിരുന്നുണ്ട്, സാറ് ലൊക്കേഷൻ അയച്ചിരുന്നുണ്ട്. എന്നാലും എനിക്കറിയാം ഗൈസ്. ഞാൻ കുറേ പ്രാവശ്യം പോയതാ. എൻ്റെ കൂട്ടുകാരനെ അവിടുത്തെ ടീറക്സ് എന്ന് പറഞ്ഞൊരു ഡൈനോസർ കടിച്ച് കൊന്നു ഗൈസ്. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് ഡക്സ് എന്നായിരുന്നു. അവൻ ടീറക്സിൻ്റെ മുട്ട പൊട്ടിച്ചോണ്ടേ അവനെ കൊന്നു കളഞ്ഞു. ഈ പമ്പിൻ്റെ ബാക്കിലാണ് ഗൈസ്. പമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. ഇങ്ങനെ ഒരു റാമ്പ് പോലത്തെ സാധനം. എൻ്റെ മോനെ, സേഫ് ലാൻഡ്. മറയരുത്. ഓക്കെ സേഫ്. നമുക്ക് ജുറാസിക് പാർക്ക് കണ്ടില്ലേ? എന്താ സാറ് വിളിക്കാൻ? സാറുള്ളത് വേറെ ആരാണ്? അതുപോട്ടെ, ഇത് സാറിപ്പോൾ വിളിക്കണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്തു. നമുക്കൊന്ന് ഇറങ്ങി വിളിക്കാം ഗൈസ്. സാറ് നിനപ്പോൾ വിളിക്കണേ, തമ്പുരാനറിയാം. നമുക്ക് സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. മോനോ അതുള്ളൂ. ജുറാസിക് പാർക്കിലുള്ളൂ. അല്ലേ? അപ്പോൾ സാറ് പറഞ്ഞത് ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിലല്ല, ആ വഴിക്കാന്ന്. അപ്പം അതിന് വെച്ചാൽ നമ്മുടെ വഴി തെറ്റി ഗൈസ്. നമ്മൾ നേരെ അങ്ങോട്ട് പോകണ്ടേ. ഇപ്പം ചെറുതായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അവർ ട്രേസ് ചെയ്തിട്ട് പറഞ്ഞേ. കൊണസ് കണ്ടു, റെഡ് കളറ്, അതേ കളറ്. നിൽക്കണോ? നമുക്ക് ചേസ് ചെയ്യാം ഗൈസ്. നിൽക്കണോടെ, രക്ഷപ്പെടാന്ന് എഴുതിയ. അയ്യോ, ഞാൻ പെട്ടു. നീ പെടല്ല, എൻ്റെ കയ്യിൽ സാധനം കണ്ട. അയ്യോ, എൻ്റെ വണ്ടി നശിപ്പിക്കല്ലോ. എന്നെ ഞാനേ പരലോകത്തോട്ട് വിടുള്ളൂടാ. നിൻ്റെ വണ്ടി നശിപ്പിക്കില്ല. നീ പരലോകത്ത് വണ്ടിയിലുണ്ടാവും. ഓക്കെ ഞാൻ പോവുകയാണ്. എന്നെ പിടിക്കാൻ ഒരാൾക്കും പറ്റില്ല. നിന്നെ ടയറ് പൊട്ടിയിടാ. നീ ഇപ്പം എത്ര കിടന്ന് കാണിച്ചിട്ടും കാര്യമില്ല. അയ്യോ, എൻ്റെ വണ്ടിക്ക് തീ വന്ന്. അയ്യോ ചാടണ്ട. അയ്യോ യെസ്. അപ്പം അവൻ്റെ കഥ തീർന്നു. നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഇനി നമുക്ക് പണ്ടത്തെ പോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി വെച്ചിട്ട് വീട്ടിൽ പോകണമായിരിക്കും. ചിലപ്പോൾ ഇനി വേറെ വല്ല മിഷൻ ഉണ്ടാവും കേട്ടോ, പറയാനും പറ്റില്ല. ഒരങ്ങനത്തെ ഒരു ഇതാ. ഇനി വേറെ വല്ല മിഷൻ ഉണ്ടാവോ? പറഞ്ഞ പോലെ ഇരിക്കരുത്. നീ എൻ്റെ മോനെ
ഓ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് തന്നെ ഇടിക്കരുത്. തെങ്ങമ്മേ ഒന്നും ഇടിക്കരുത്. അയ്യോ ഇടിക്കല്ലേ. തോണീൻ്റെ കുഴപ്പം ഇടിക്കല്ലേ എന്ന് പറഞ്ഞാൽ പിടിക്കും. കുഴപ്പമില്ല. നമുക്ക് നേരെ പോകാം. അപ്പം ഇവിടെ എത്താറായിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് എത്തി. ദേ കാണുന്നു ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ ആ മിഷനും കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അപ്പം നമുക്ക് സേഫ് പാർക്ക് ചെയ്തിട്ട് സാറിൻ്റെ അടുത്ത് പോവാം. സാറെന്ന് വെച്ചാൽ SI ഗൈസ്. SI എന്ന ആളുടെ പേര്. ഇവിടെ പുറത്ത് കിടന്ന ബോഡി ഗാർഡ്സാണ്. അകത്ത് 2 ബോഡി ഗാർഡ്സ് ഉണ്ട്. നമ്മൾ ഇപ്പം ഇവന്മാരെ തൊട്ട് കഴിഞ്ഞാൽ തലർക്കും നമ്മുടെ. ചേട്ടാ അല്ല സാറേ, എൻ്റെ ജോലി കഴിഞ്ഞില്ലേ? ഇനി യൂട്യൂബ് ഒക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മിഷൻ. ഇനി അടുത്ത ദിവസം. താങ്ക്സ് സാർ. എൻ്റെ പേരെന്തൊരു ഫ്രാങ്ക്ലിൻ. നമ്മളോട് പോവാനാണ് പറഞ്ഞേക്കണ ആള്. വണ്ടിയുടെ ഡോറ് അടച്ചില്ല. എൻ്റെ ഇത് അടയ്ക്കാൻ പറ്റുള്ളതല്ല. ശേ അയ്യോ സാറ്. നമുക്ക് നല്ല വീട്ടിലേക്ക് പോകാം ഗൈസ്. വേണ്ട ഗൈസ്, ഈ വഴി പോകണ്ട. നമുക്ക് നമ്മുടെ കാണുന്ന മരങ്ങളില്ലേ, അതാണ് എൻ്റെ വീട്. അല്ല മരത്തിലല്ല, അതിൻ്റെ ബാക്കിലൊരു വീട് കണ്ടില്ലേ, ഒരു വെള്ള, അതാണ് എൻ്റെ വീട് ഗൈസ്. നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം. നേരത്തെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തില്ല. അയ്യാ ഞാടെ ചന്തി അടിച്ച് വീണേ. ഗൈസ് നമ്മൾ കുയിൽ ബോഡി ഉള്ളതാണ്ട ഇങ്ങനെ നിൽക്കണേ. തന്നെല്ലാം അടിച്ച് കുഴപ്പമില്ല, എനിക്ക് ഓടാൻ പറ്റും. ഗൈസ് നമ്മൾ അപ്പം വിജയകരമായി ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ എത്തോ? 2 വർഷം കഴിഞ്ഞാൽ ഇനി എത്തുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഗൈസ് നമ്മൾ മെയിൻ ഡോറിൽ കൂടെ കയറാനുള്ള, നമ്മുടെ ഇതിൽ കൂടെ തന്നെ കയറാം. അയ്യാ എൻ്റെ ചന്തിയും തലയും എല്ലാം അടിച്ച് വീണേ. ചോര പോയി. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഓടിപ്പോയി സ്വിമ്മിങ് പൂളിൽ ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ചു, ഒന്നുകൂടി കുളിച്ചു. യെസ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ. ഇറ്റ്സ് മീ നിഞ്ച റോസ്റ്റാസ്. ബൈ.